അതെ, എല്ലാവരും എന്നാ പറയണോ? അങ്ങനെ എല്ലാ ബഹളങ്ങളും കഴിഞ്ഞ് തിരിച്ചു വരാൻ ടൈമായി. വെളുപ്പിന് 3 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. വെറുതെ വീട്ടുകാരുടെ ഉറക്കം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അവരെ ഞങ്ങളെ കുറച്ച് നേരത്തെ കൊണ്ടാക്കിയേക്കാൻ പറഞ്ഞു. എന്നാൽ പിന്നെ അവർക്ക് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാമല്ലോ. ഉറക്കമൊക്കെ കണക്കാ. ഞങ്ങൾ ഇനി അങ്ങെത്തി ഫോൺ വിളി വരുന്നിടം വരെ അവർ ടെൻഷനിലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ചും ഇത്തവണത്തെ നമ്മുടെ എയർ ക്രാഷൊക്കെ ഉണ്ടായ പിന്നെ എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടല്ലേ. യാത്ര ചെയ്യുന്നവർക്കും ഉറ്റവരും ഉടയവരുമായിട്ടുള്ള എല്ലാവർക്കും. എന്നായാലും ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലേ. പ്രാർത്ഥനയോടെ അങ്ങ് കയറിപ്പോവുക രണ്ടും കൽപ്പിച്ച്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാൻമൺകളിയല്ലേ. നമുക്കതിൻ്റെ ആദ്യവും അറിയത്തില്ല അവസാനവും അറിയത്തില്ല. ഇടയ്ക്കുള്ള കുറേ കാലം ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട്, അല്ലേ? നാളെ എഴുന്നേൽക്കുമോ എന്ന് പോലും അറിയാതെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്ന നമ്മളെല്ലാവരും. എന്തിനാണാവോ എല്ലാവരും ഈ വഴക്കും വൈരാഗ്യവും അഹങ്കാരവും പൊങ്ങച്ചും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കി വരാൻ കുറേ സമയമെടുക്കും. അത്ര എളുപ്പമല്ല അല്ലേ? അല്ല, ഞാനീ പറഞ്ഞ് എങ്ങോട്ടായി പോകുന്നത്? ഇച്ചിരി ഫിലോസഫി കൂടിപ്പോയോ എന്നൊരു സംശയം. ചിലപ്പോൾ പോകുന്നതിൻ്റെ വിഷമത്തിലായിരിക്കും. ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ടുണ്ട്. ഇനി നീണ്ട 10 മണിക്കൂറാണ് യാത്ര. എൻ്റെ അമ്മ അത് ഓർക്കാൻ പോയും വയ്യ. ഇത്തവണ ആണെങ്കിൽ എമിറേറ്റ്സും അല്ല, എയർ അറേബ്യയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കണക്ഷൻ ഷാർജയാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്നുള്ള എയർപോർട്ടിൽ നിന്ന് പോരാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫ്ലൈറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എമിറേറ്റ്സ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിലതൊന്നുമില്ല. ഫുഡ് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. പിന്നെ പിള്ളേർക്കാണെങ്കിൽ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു വസ്തുതകളും ഇതിനകത്തില്ല കേട്ടോ. ഷാർജയിൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പം നമ്മൾ അവിടെ ഒരു കോഫി ഹൗസിൽ കയറി നല്ല നെയ് റോസ്റ്റും കോഫിയൊക്കെ കുടിച്ചു കേട്ടോ. അതായിരുന്നു ആകെ കിട്ടിയൊരു സന്തോഷം. പിന്നെ സമയം ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പം 1/2 മണിക്കൂറേ ഉള്ളൂ നമുക്ക് ടൈം. ഷോപ്പിങ്ങിനൊന്നും സമയം കിട്ടത്തില്ല. എന്തായാലും ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടോ. ലാൻഡ് ചെയ്ത ആ ഒരു സമയത്ത് അനുഭവപ്പെട്ട ചൂട് കണ്ടപ്പോൾ തന്നെ, അത് അനുഭവിച്ചപ്പോൾ തന്നെ അപ്പം തന്നെ തിരിച്ച് ഫ്ലൈറ്റ് കയറിയാലോ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. അത്രയ്ക്കും ചൂടാണ് കേട്ടോ. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ തൽക്കാലത്തേക്ക് വീട് പിടിക്കാൻ നോക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാവേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാം കേട്ടോ.